Jesus said യേശുക്രിസ്തു പറഞ്ഞു in John 14 and verse 18, യോഹന്നാൻ 14:18 my വാക്യത്തിൽ, children, എന്റെ കുഞ്ഞുങ്ങളെ, I will not leave you as orphans in this world. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not leave you comfortless in this world. ഞാൻ നിങ്ങളെ ആശ്വാസമില്ലാത്തവരായി ഈ ലോകത്തിൽ വിടുകയില്ല. I will not leave you lonely and alone in this world. ഞാൻ നിങ്ങളെ ഏകാകികളായി ഈ ലോകത്തിൽ വിടുകയില്ല. He said in John 16, 19 and 20, യോഹന്നാൻ 16:19-20 എന്നീ വാക്യങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ, I, Jesus, will come to you. യേശുവായ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. When I come to you, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ your sorrow will turn into joy. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. I will not leave you as orphans. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. I will come to ഞാൻ you. നിങ്ങളുടെ അടുക്കൽ വരും. I will heal you. ഞാൻ നിങ്ങൾക്ക് സൗഖ്യം നൽകും. I will remove your sins. ഞാൻ നിങ്ങളുടെ പാപങ്ങൾ എടുത്തു മാറ്റും. I will do good to you. ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്യും. I will build the lonely into families. ഞാൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. I will turn your crooked paths in your life. നിങ്ങളുടെ ജീവിതത്തിലെ ദുർഘടമായ പാതകളെ ഞാൻ നിരപ്പാക്കും. I will give you treasures that are hidden. ഞാൻ മറുവിടങ്ങളിലെ ഗുപ്ത നിധികളെ നിങ്ങൾക്ക് നൽകും. I will give you riches. ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകും. I will turn your sorrow into joy. ഞാൻ നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും. I will give you my peace. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകും. I will give you my life. ഞാൻ എന്റെ ജീവൻ നിങ്ങൾക്ക് നൽകും. I will give you my resurrection. ഞാൻ എന്റെ പുനരുദ്ധാനം നിങ്ങൾക്ക് നൽകും. I will restore everything that you have lost in double measure. നഷ്ടപ്പെട്ട സകലതും ഇരട്ടിയായി ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും. In the same place where you have gone through shame, I will give you praise. I will give you honor, my children. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലജ്ജയിലൂടെ കടന്നുപോയ അതേ സ്ഥാനത്ത് ഞാൻ നിങ്ങൾക്ക് പ്രശംസയും കീർത്തിയും നൽകും. I, Jesus, will never leave you. യേശുവായ ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. I will never forsake you. ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. I will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ I വരും. will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ I വരും. will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ I വരും. will not leave you as orphans in this world. ഞാൻ ഈ ലോകത്തിൽ നിങ്ങളെ അനാഥരായി വിടുകയില്ല. This is what Jesus says to you this afternoon. ഇന്ന് ഈ മധ്യാഹ്നത്തിൽ യേശുക്രിസ്തു നിങ്ങളോട് ഇതാണ് പറയുന്നത്. You are not an orphan in this world. നിങ്ങൾ ഈ ലോകത്തിൽ ഒരു അനാഥനല്ല. Jesus is coming to you. യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കൽ Let വരുന്നു. not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Why Jesus comes to us? എന്തുകൊണ്ടാണ് യേശു നമ്മുടെ അടുക്കൽ വരുന്നത്? Why he should come to you and me? എന്തുകൊണ്ടാണ് യേശു നിങ്ങളുടെയും എന്റെയും അടുക്കൽ വരുന്നത്? It is because he has made a blood covenant with us. അതിന് കാരണം യേശുക്രിസ്തു നമ്മോട് ഒരു രക്ത ഉടമ്പടിയിൽ He ഏർപ്പെട്ടിരിക്കുന്നു. has made a covenant with blood. യേശു ഒരു രക്ത ഉടമ്പടിയിൽ നമ്മോട് In ഏർപ്പെട്ടിരിക്കുന്നു. Luke chapter 22 and verse 20, Jesus says, ലൂക്കോസ് 22:20 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, I am shedding my blood on the cross for you, so that through my blood, holy blood, I'll make a covenant with you to make you my child. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എന്റെ വിശുദ്ധ രക്തം ക്രൂശിൽ ചൊരിയുന്നു. ആ രക്തം മുഖാന്തരം നിങ്ങളെ എന്റെ മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. Yes, blood unites people. അതെ, രക്തമാണ് ജനങ്ങളെ പരസ്പരം ഒരുമിപ്പിക്കുന്നത്. Blood unites a family. രക്തം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പരസ്പരം ഇണക്കുന്നു. So the Almighty God came in the form of Jesus as a man. ആകയാൽ യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ച സർവശക്തനായ ദൈവം He shed his blood on the cross. അവിടുന്ന് തന്റെ രക്തം ക്രൂശിൽ ചിന്തി. And with that blood, he was crying out, forgive the people of their sins and make them my sons and daughters. ആ രക്തം ചിന്തിയതുകൊണ്ട് സർവശക്തനായ ദൈവം ഇപ്രകാരം നിലവിളിച്ചു, എന്റെ ജനത്തിന്റെ പാപം ക്ഷമിക്കണമേ, അവരെ ഓരോരുത്തരെയും എന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കണമേ. Today, my brother, ഇന്ന് എന്റെ സഹോദര, today, my sister, എന്റെ സഹോദരി, my darling children, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, if you tell Jesus, Lord, I believe and I want to make a covenant with you, Lord.
കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനോട് പറയുകയാണെങ്കിൽ, as you tell him, cleanse my blood from my sins, എന്റെ പാപത്തിൽ നിന്ന് എന്റെ രക്തത്തെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ യേശുവിനോട് പറയുകയാണെങ്കിൽ, in 1 John 1:7 the Bible says, 1 യോഹന്നാൻ 1:7 വചനം the പറയുന്നു, blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The covenant of the blood of Jesus will come and cleanse you and unite you with him as his child. യേശുക്രിസ്തുവിന്റെ രക്ത ഉടമ്പടി പ്രകാരം യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ വരും, നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. യേശു നിങ്ങളെ തന്നോട് ചേർക്കും, തന്റെ പൈതലാക്കി In തീർക്കും. John 1:12 the Bible says, യോഹന്നാൻ 1:12 വേദപുസ്തകം പറയുന്നു, everyone who believes in Jesus, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും he gives you the power to become God's child. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം നൽകുന്നു. Today you can become God's child. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ പൈതലായി തീരാം. God's child. ദൈവത്തിന്റെ പൈതലാകാം. God's child. ദൈവത്തിന്റെ പൈതലായി When you തീരാം. cry to Jesus to ask him to forgive your sin, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശുവിനോട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യേശുവിനോട് നിലവിളിക്കുമ്പോൾ, he will come to you. യേശു നിങ്ങളുടെ അടുക്കൽ വരും. Wash your sins with his blood തന്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. and make a covenant with his holy blood with you, നിങ്ങളുമായി തന്റെ വിശുദ്ധ രക്തത്തിന്റെ ഉടമ്പടിയിൽ ഏർപ്പെടും. and you will become God's child. നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി തീരും. You can throw away everything else, നിങ്ങൾക്ക് ദൈവവിരുദ്ധമായ സകലതും വലിച്ചെറിയാനാകും. every sin, സകല പാപവും, every addiction, സകല ദുശീലങ്ങളും, everything of the world, ലോകത്തിന്റേതായ സകലതും, and he will connect you with himself. ദൈവം നിങ്ങളെ തന്നോട് ബന്ധിപ്പിക്കും. He will come to you every moment and say, I will not leave you as an orphan. From now on you are my son, you are my daughter. ഓരോ നിമിഷവും യേശു നിങ്ങളുടെ അരികിൽ വരും, നിങ്ങളോട് പറയും, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, ഇനി മുതൽ നിങ്ങൾ എന്റെ മക്കളാണ്. He will call you by name, യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിക്കും. and you will become like Jesus. നിങ്ങൾ യേശുവിനെ പോലെ ആയിത്തീരും. This is the greatest blessing you can have. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹം ഇതാണ്. Just like your father. നിങ്ങൾക്ക് പിതാവിനെ പോലെ ആയിത്തീരാം. Many years ago, നിരവധി വർഷങ്ങൾക്ക് മുൻപ് there was a little boy who used to see a football team play all the time. ഒരിടത്ത് ഒരു ബാലനുണ്ടായിരുന്നു. അവൻ ഒരു ഫുട്ബോൾ ടീം കളിക്കുന്നത് എന്നും കാണാറുണ്ടായിരുന്നു. When the ball runs outside, he'll go get the ball and throw it inside. പന്ത് മൈതാനത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അവൻ ഓടിച്ചെന്ന് ആ പന്തെടുത്ത് മൈതാനത്തിലേക്ക് അടിച്ചു കൊടുക്കും. He was doing this for several months and years. അവൻ നിരവധി മാസങ്ങളും വർഷങ്ങളും ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നു. And one day he was missing. ഒരു ദിവസം അവൻ ആ മൈതാനത്തിലേക്ക് The വന്നില്ല. captain of the team asked, where is he? ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു, എവിടെയാണ് നമ്മുടെ കൊച്ചു ബാലൻ? Somebody said he has got into an accident, he is in the hospital. അപ്പോൾ ആരോ പറഞ്ഞു, അവനൊരു അപകടത്തിൽ അകപ്പെട്ടു, ഇപ്പോൾ ആശുപത്രിയിലാണ്. The captain ran to the hospital. ആ ക്യാപ്റ്റൻ ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നു. And they were saying, this young boy is dying, somebody should give him blood. ഈ ബാലൻ മരിക്കാറായിരിക്കുന്നു, ആരെങ്കിലും ഇവന് രക്തം കൊടുക്കണമെന്ന് ഡോക്ടർമാർ പറയുകയായിരുന്നു. The captain said, test my blood. ക്യാപ്റ്റൻ പറഞ്ഞു, എന്റെ രക്തം പരിശോധിച്ചു നോക്കൂ. It was the same group as the group of that little boy. ആ കൊച്ചു ബാലന്റെയും ക്യാപ്റ്റന്റെയും രക്തം ഒരേ He ഗ്രൂപ്പായിരുന്നു. gave his blood. അദ്ദേഹം ആ ബാലന് രക്തം The നൽകി. boy was saved. ആ ആൺകുട്ടി രക്ഷപ്പെട്ടു. He came back. അവൻ തിരിച്ചു വന്നു. And everybody rejoiced. എല്ലാവരും സന്തോഷിച്ചു. And after several years, നിരവധി വർഷങ്ങൾക്ക് one ശേഷം day there was an important match. ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുമ്പോൾ The captain could not come. ക്യാപ്റ്റന് വരുവാൻ കഴിഞ്ഞില്ല. He could not play. അദ്ദേഹത്തിന് കളിക്കാനായില്ല. So they said, hey, young man, you have seen us play for several years. Come, you just stand there and we will all play. അപ്പോൾ ടീമിലെ കളിക്കാർ അവനോട് പറഞ്ഞു, യുവാവേ, നീ വർഷങ്ങളായി ഞങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നു, നീ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കളിക്കൂ, നീ വെറുതെ നിന്നാൽ മതി, ഞങ്ങൾ So കളിച്ചോളാം. they got him into the team. അങ്ങനെ അവർ ആ യുവാവിനെ ടീമിൽ ചേർത്തു. But when the game began, എന്നാൽ മത്സരം he ആരംഭിച്ചപ്പോൾ began to play so well. അവൻ നല്ലവണ്ണം കളിക്കുവാൻ And ആരംഭിച്ചു. he hit the winning goal. ഒടുവിൽ അവനാണ് വിജയഗോൾ നേടിയത്. Everybody jumped, എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി carried him, അവനെ തോളിലേറ്റി. and said how beautifully he played. എത്ര മനോഹരമായിട്ടാണ് അവൻ കളിച്ചതെന്ന് പറഞ്ഞു. Somebody said he's playing just like the captain. ആരോ പറഞ്ഞു, അവൻ ക്യാപ്റ്റനെ പോലെ തന്നെയാണ് കളിക്കുന്നതെന്ന്. And somebody said, അപ്പോൾ ആരോ പറഞ്ഞു, you know why? എന്തുകൊണ്ടെന്നറിയാമോ? Because the captain's blood is running into this little boy.
കാരണം ഈ കൊച്ചു ബാലന്റെ സിരകളിലൂടെ ഓടുന്നത് ക്യാപ്റ്റന്റെ രക്തമാണ്. Today our captain Jesus Christ has shed his blood for you. ഇന്ന് നമ്മുടെ ക്യാപ്റ്റനായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയിരിക്കുന്നു. Open your heart. ഹൃദയം തുറക്കുക. Tell him, Lord, യേശുവിനോട് പറയുവിൻ, യേശുവേ, cleanse me with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. I don't want anything else in this world. I want to be God's child. ഇനി ഈ ലോകത്തിന്റേതായ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ദൈവത്തിന്റെ പൈതലായി He തീർന്നാൽ will മതി. transform you right now. യേശുക്രിസ്തു ഇപ്പോൾ നിങ്ങളെ He രൂപാന്തരപ്പെടുത്തും. will give you a new life. യേശു നിങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകും. I just read a wonderful testimony. ഞാൻ ഇപ്പോഴാണ് മനോഹരമായ ഒരു സാക്ഷ്യം വായിച്ചത്. This is from a person called Pukashe Pukko from Kohima, Nagaland. കോഹിമയിലെ പുക്കാഷെ പുക്കു എന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ച സാക്ഷ്യമാണിത്. He gave his life to Jesus in 1973. 1973 അദ്ദേഹം തന്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചു. But then he got a job in the army. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ആർമിയിൽ ഒരു ജോലി ലഭിച്ചു. When he went to the army, അദ്ദേഹം ആർമിയിലേക്ക് പോയപ്പോൾ he began to drink along with others. അദ്ദേഹം തന്റെ കൂട്ടുകാരോട് ചേർന്ന് മദ്യപിക്കുവാൻ ആരംഭിച്ചു. He became a drunkard. അദ്ദേഹം ഒരു മദ്യപാനിയായി തീർന്നു. He lost his anointing. അദ്ദേഹത്തിന് തന്റെ അഭിഷേകം The നഷ്ടപ്പെട്ടു. fear of death was tormenting him. മരണഭയം അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. Day and night he couldn't sleep. അദ്ദേഹത്തിന് രാത്രിയും പകലും ഉറങ്ങാനായില്ല. After 24 years he got discharged from the army. 24 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആർമിയിൽ നിന്ന് വിരമിച്ചു. He came home. അദ്ദേഹം വീട്ടിലേക്ക് വന്നു. No job. ജോലി ഉണ്ടായിരുന്നില്ല. Only drinking. എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരുന്നു. 2 years unemployed. 2 വർഷം ജോലിയില്ലാതെയിരുന്നു. He could not sustain his family. അദ്ദേഹത്തിന് തന്റെ കുടുംബത്തെ പുലർത്തുവാൻ കഴിഞ്ഞില്ല. And he was in darkness. The family was in darkness. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അന്ധകാരത്തിലായിരുന്നു. But in 2006, എന്നാൽ 2006 and he attended the meeting with his son. അദ്ദേഹം തന്റെ മകനോട് ചേർന്ന് ആ യോഗത്തിൽ And പങ്കെടുത്തു. as I was preaching that day, ഞാൻ അന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ the Holy Spirit convicted him. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ He കുറ്റബോധമുണ്ടാക്കി. cried out for his sins. അദ്ദേഹം തന്റെ പാപങ്ങൾ ഓർത്ത് നിലവിളിച്ചു. And the Holy Spirit came upon him. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേൽ വന്നു. And when I prayed for everyone who needed a job that day, അന്ന് ഒരു ജോലി ആവശ്യമുള്ള എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ he said, Lord, I want a job and I want to be free from alcohol. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു ജോലിയും മദ്യപാനത്തിൽ നിന്ന് മോചനവും വേണം. And the Spirit of God came upon him ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ മേൽ വന്നു. and set him free from the alcoholic addiction. മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് അദ്ദേഹത്തെ വിടുവിച്ചു. 24 years of drinking left in a moment. 24 വർഷത്തെ മദ്യപാന ശീലം ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തെ വിട്ട് അകന്നുപോയി. And not only did God give him a job, in a month's time he got a government job. ദൈവം അദ്ദേഹത്തിന് നല്ലൊരു ജോലി നൽകി. മാത്രമല്ല, ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി ലഭിക്കുകയും ചെയ്തു. And his family became honorable family. അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ആദരണീയമായ കുടുംബമായി തീർന്നു. No drinking. പിന്നെ മദ്യപാനമില്ല. The father had a government job. കുടുംബത്തിൽ പിതാവിന് ഒരു സർക്കാർ ജോലി ലഭിച്ചിരിക്കുന്നു. Children were honored. കുഞ്ഞുങ്ങൾ Then ആദരണീയരായി. he started watching the Jesus Calls TV programs. പിന്നീട് അദ്ദേഹം യേശു വിളിക്കുന്നു ടെലിവിഷൻ പരിപാടി കാണുവാൻ And he തുടങ്ങി. heard me appeal for people to give donations to build the Jesus Calls prayer tower. യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം പടുത്തുയർത്തുന്നതിനെ ഞാൻ ജനങ്ങളോട് സംഭാവന അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം കേൾക്കുവാൻ ഇടയായി. And I said, build God's house with your offering and God will build your house. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ കൊണ്ട് ദൈവത്തിന്റെ ഭവനം പണിയുവിൻ, ദൈവം നിങ്ങളുടെ ഭവനം So പണിയും. he sent money to build a prayer tower. ആകയാൽ പ്രാർത്ഥനാ ഗോപുരം പണിയുവാൻ അദ്ദേഹം സ്തോത്ര കാഴ്ച But അയച്ചു. God honored him. എന്നാൽ ദൈവം അദ്ദേഹത്തെ മാനിച്ചു. Until then they were in a rented house. അതുവരെ അവർ വാടക വീട്ടിലാണ് But താമസിച്ചിരുന്നത്. God made him buy a piece of land after that. എന്നാൽ അതിനുശേഷം ഒരു തുണ്ട് ഭൂമി വാങ്ങുവാൻ ദൈവം അദ്ദേഹത്തെ Today സഹായിച്ചു. they have their own house. ഇന്ന് അവർക്ക് സ്വന്തമായി ഒരു വീടുണ്ട്. They built God's house. അവർ ദൈവത്തിന്റെ ഭവനം കെട്ടിപ്പണിതു. God built the family. ദൈവം ആ കുടുംബത്തെ കെട്ടിപ്പണിതു. I will not allow you to be an orphan, says Jesus. യേശുക്രിസ്തു പറയുന്നു, ഈ ലോകത്തിൽ ഒരു അനാഥനായി തീരുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. I will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ Today വരും. give your life to Jesus. ഇന്ന് നിങ്ങൾ ജീവിതം യേശുവിന് നൽകുവിൻ. He will change your life. യേശു നിങ്ങളുടെ ജീവിതത്തെ He will മാറ്റും. build your life. യേശു നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പണിയും. Because he has made a blood covenant with you. കാരണം യേശു നിങ്ങളോട് ഒരു രക്ത ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. Secondly, രണ്ടാമതായി Jesus has made a peace covenant with you.
യേശു നിങ്ങളോട് ഒരു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. In Isaiah 54 and verse 10, യെശയ്യാവ് 54-ന്റെ 10-ാം വാക്യത്തിൽ God has made a covenant of peace with you. ദൈവം നിങ്ങളോട് ഒരു സമാധാന നിയമം ചെയ്തിരിക്കുന്നു. Mountains may be removed, പർവ്വതങ്ങൾ മാറിപ്പോയേക്കാം, but yet God's covenant of peace which he has made with you will never be broken. എന്നാൽ ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ സമാധാന നിയമം ഒരിക്കലും നിങ്ങളെ വിട്ട് മാറുകയില്ല, അതൊരിക്കലും തകർന്നു പോകുകയില്ല. Troubles may come, പ്രശ്നങ്ങൾ വന്നേക്കാം, tribulation may come, കഷ്ടങ്ങൾ വന്നേക്കാം, people may leave you, ജനങ്ങൾ നിങ്ങളെ വിട്ടുപോയേക്കാം, you may lose your job, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം. but the covenant of peace which Jesus has made with you will never be broken. എന്നാൽ നിങ്ങളോടുള്ള യേശുവിന്റെ സമാധാന നിയമം ഒരിക്കലും നിങ്ങളെ വിട്ട് മാറുകയില്ല. Jesus says, in this world you will have tribulation, യേശുക്രിസ്തു പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, but I have overcome the world. എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. I will make you overcome also. ലോകത്തെ ജയിക്കുവാൻ ഞാൻ നിങ്ങളെയും പ്രാപ്തരാക്കും. Many are the afflictions of the righteous, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, but the Lord will deliver them out of them all. എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. Jesus says in John 14:27, യോഹന്നാൻ 14:27 യേശുക്രിസ്തു പറയുന്നു, my peace I give unto you, my children, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് not as the നൽകുന്നു. world gives. അത് ലോകം തരുന്നത് പോലെയല്ല, My peace. എന്റെ സമാധാനമാണ് ഞാൻ What is നിങ്ങൾക്ക് that my നൽകുന്നത്. peace of Jesus? എന്റെ സമാധാനം എന്ന യേശുവിന്റെ സമാധാനം It's not എന്താകുന്നു? a peace which you get when you have a ആ സമാധാനം house. നിങ്ങൾക്കൊരു വീടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സമാധാനമല്ല. It's not a peace when you get a job. നിങ്ങൾക്കൊരു ജോലി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന It's സമാധാനമല്ല. not a peace when you get married. നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന It's സമാധാനമല്ല. not just not a peace when you get a car. നിങ്ങൾക്കൊരു കാർ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനമല്ല. All those things after some time will get bored and you will lose the peace. കുറച്ചു കാലം കഴിയുമ്പോൾ അതുപോലെയുള്ള അനുഗ്രഹങ്ങളോടുള്ള നിങ്ങളുടെ താല്പര്യം കുറഞ്ഞു പോകും, നിങ്ങളുടെ സമാധാനം നശിക്കും. But the peace that Jesus gives, എന്നാൽ യേശു നൽകുന്ന സമാധാനം it will stay within you to be a conqueror in the midst of the greatest trouble in the world. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു ജേതാവിനെ പോലെ നിലനിൽക്കുന്നതിനെ ആ സമാധാനം നിങ്ങൾക്കുള്ളിൽ വസിക്കും. Troubles may come, പ്രശ്നങ്ങൾ വന്നേക്കാം, people may leave, ജനങ്ങൾ നിങ്ങളെ വിട്ടു but പോയേക്കാം, God will keep you strong in the world through the peace that Jesus gives you. എന്നാൽ യേശു നൽകുന്ന സമാധാനം മുഖാന്തരം ഈ ലോകത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെ He will പ്രാപ്തരാക്കും. be with you ദൈവം നിങ്ങളോടൊപ്പം to ഉണ്ടായിരിക്കും. overcome that trouble and be more than a conqueror. പ്രശ്നങ്ങളെ കീഴടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും, പൂർണ്ണ ജയം പ്രാപിച്ചവരായി മാറുവാനും. Look at Jesus. യേശുവിനെ നോക്കുവിൻ. When he did miracles, യേശു അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ everybody followed him. എല്ലാവരും യേശുവിനെ അനുഗമിച്ചു. But in the garden of Gethsemane, എന്നാൽ ഗെത്സമനെ തോട്ടത്തിൽ when he had to go to the cross according to God's will, ദൈവഹിതാനുസരണം യേശു ക്രൂശിലേക്ക് പോകേണ്ട സമയമായപ്പോൾ he was alone. യേശു ഏകനായിരുന്നു. He had to pray alone. യേശു ഏകനായി പ്രാർത്ഥിക്കേണ്ടി He വന്നു. had to cry alone. യേശു ഏകനായി കരയേണ്ടി വന്നു. In Luke 22:42-44, ലൂക്കോസ് 22:42 മുതൽ 44 വരെയുള്ള his വാക്യങ്ങളിൽ sweat came out as blood യേശുവിന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലംപതിച്ചു. because there was nobody to comfort him. കാരണം യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. Today are you crying alone, my sister? ഇന്ന് സഹോദരി, നിങ്ങൾ ഒറ്റയ്ക്ക് കരയുകയാണോ? My sister Savitri, you have a throat problem. എന്റെ സഹോദരി സാവിത്രി, നിങ്ങളുടെ തൊണ്ടയിൽ ഒരു പ്രശ്നമുണ്ട്. You have a tumor in your throat. നിങ്ങളുടെ തൊണ്ടയിൽ ഒരു ട്യൂമർ ഉണ്ട്. But the greater agony is you are crying alone. എന്നാൽ ഏറ്റവും വലിയ വേദന എന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് കരയുകയാണ്. There is nobody to comfort you. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. Everybody says you are a curse and they have run നിങ്ങൾ away. ശപിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങളെ വിട്ട് ഓടിയിരിക്കുന്നു. Maybe you are alone. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. When everything was good, people were around you. എല്ലാം നന്നായിരിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടായിരിക്കും. But today you are alone. എന്നാൽ ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണ്. Today you are suffering alone. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്. But എന്നാൽ Jesus knows that agony. യേശു ആ കഠിനമായ വേദന In the അറിയുന്നു. garden of Gethsemane, ഗെത്സമനെ തോട്ടത്തിൽ he cried out alone. യേശു ക്രിസ്തു ഏകനായി നിലവിളിച്ചു. His disciples were sleeping. യേശുവിന്റെ ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. But then, എന്നാലോ according to Hebrews 9:14, എബ്രായർ 9:14 the പ്രകാരം Holy Spirit came upon him. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. And the Holy Spirit comforted him. പരിശുദ്ധാത്മാവ് യേശുവിനെ ആശ്വസിപ്പിച്ചു. And Jesus said, യേശു പറഞ്ഞു, Father, പിതാവേ, not my will,
എന്റെ ഹിതമല്ല, let thy will be done. അങ്ങയുടെ ഹിതം നിറവേറട്ടെ. I trust you, Lord. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. I trust you, Lord. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. All the people have run away, എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോയിരിക്കുന്നു. but I trust you. എന്നാൽ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. In John 16:32 he says, യോഹന്നാൻ 16:32 യേശു പറയുന്നു, everyone will run away, എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, but my Father will not leave me. എന്നാൽ എന്റെ പിതാവ് എന്നെ വിട്ട് He പോകുകയില്ല. has made a peace covenant with me. പിതാവ് എന്നോട് സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. And he said, Father, let thy will be done. യേശു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. And God's peace came upon him. ദൈവത്തിന്റെ സമാധാനം യേശുവിന്റെ മേൽ വന്നു. He rose up. യേശു എഴുന്നേറ്റു. His disciples ran away. യേശുവിന്റെ ശിഷ്യന്മാർ ഓടിപ്പോയി. He was not afraid. യേശു ഭയപ്പെട്ടില്ല. His disciple Judas came to kiss him and betray him. യേശുവിന്റെ ശിഷ്യനായ യൂദാസ് ചുംബനത്തിലൂടെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ യേശുവിന്റെ അരികിലെത്തി. He was not afraid. എന്നാൽ യേശു ഭയപ്പെട്ടില്ല. He was made to stand before the priest. അവർ യേശുവിനെ മഹാപുരോഹിതന്റെ മുൻപാകെ നിർത്തി. And they were giving false അവർ witnesses. യേശുവിനെതിരെ കള്ളസാക്ഷികളെ നിരത്തുകയായിരുന്നു. Jesus was not afraid. യേശു ഭയപ്പെട്ടിരുന്നില്ല. He stood before the governor. യേശു ഗവർണറുടെ മുൻപാകെ നിന്നു. And he also humiliated him. ആ ഗവർണറും യേശുവിനെ അപമാനിച്ചു. Wrong judgment was passed. തെറ്റായ വിധി നടപ്പാക്കപ്പെട്ടു. Jesus was not എന്നാൽ afraid. യേശു ഭയപ്പെട്ടിരുന്നില്ല. The women cried at him when he carried the യേശു cross. ക്രൂശ് വഹിച്ചപ്പോൾ സ്ത്രീകൾ നിലവിളിച്ചു. He was not afraid. അപ്പോഴും യേശു When ഭയപ്പെട്ടിരുന്നില്ല. they nailed him on the cross, അവർ യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ he never cried, oh, it's paining, somebody save അയ്യോ me. വേദനിക്കുന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിലവിളിച്ചില്ല. He was not afraid. യേശു He ഭയപ്പെട്ടിരുന്നില്ല. went on saying and doing God's will. അപ്പോഴും യേശുക്രിസ്തു ദൈവത്തിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ടിരുന്നു. That's why when he was on the cross, അതുകൊണ്ടാണ് യേശു ക്രൂശിലായിരുന്നപ്പോൾ and he said, Father, into thy hands I commend my spirit. യേശു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. I believe, Father, that all things will work unto good when I trust you. പിതാവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുമ്പോൾ സകലതും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. When I love you, ഞാൻ അങ്ങയെ സ്നേഹിക്കുമ്പോൾ, when I do everything according to your purpose. ഞാൻ അങ്ങയുടെ ഹിതാനുസരണം സകലതും ചെയ്യുമ്പോൾ, The man who crucified Jesus said, this is the Son of God. യേശുവിനെ ക്രൂശിച്ച മനുഷ്യൻ തന്നെ പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രൻ ആകുന്നുവെന്ന്. And that's what made Jesus rise up from the dead. അതാണ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. That's the power of peace. അതാകുന്നു സമാധാനത്തിന്റെ ശക്തി. God's peace, ദൈവ സമാധാനം, which makes you resurrect from the worst tribulation in the അത് world. ലോകത്തിലെ ഏറ്റവും മോശമായ കഷ്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. You will not sink in the sorrow of tribulation. നിങ്ങൾ കഷ്ടപ്പാടുകൾ എന്ന ദുഃഖത്തിൽ മുങ്ങി പോകുകയില്ല. Jesus will raise you up. യേശു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. And your heart and the heart of Jesus will be united through that covenant of peace. ആ സമാധാന നിയമത്തിലൂടെ നിങ്ങളുടെയും യേശുവിന്റെയും ഹൃദയം പരസ്പരം ഒരുമിക്കും. According to Hebrews 12:14, എബ്രായർ 12:14 you will പ്രകാരം have peace with all men. നിങ്ങൾ എല്ലാവരോടും സമാധാനം ആചരിക്കും. And that is the holiness God expects from you to see him. ദൈവത്തെ കാണുവാൻ അതുപോലെയുള്ള വിശുദ്ധി നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. Today that covenant of peace is coming to you. ഇന്ന് ആ സമാധാന നിയമം നിങ്ങളുടെ അടുക്കൽ വരുന്നു. The founder of the Salvation Army രക്ഷാ സൈന്യത്തിന്റെ സ്ഥാപകൻ one day was preaching about this peace of Jesus. ഒരിക്കൽ യേശുവിന്റെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. One man stood up from the crowd ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. and he said, Sir, if you are going through the tribulation I am going through, you will not talk about this peace of God. അദ്ദേഹം പറഞ്ഞു, ഞാൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളിലൂടെ താങ്കൾ കടന്നു പോകുകയാണെങ്കിൽ ഈ സമാധാനത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കുകയില്ല. He said, I just buried my wife. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് എന്റെ ഭാര്യയെ അടക്കം ചെയ്തത്. I am lonely without my wife. ഇന്ന് ഞാൻ ഏകനാണ്, എന്റെ ഭാര്യ എന്നോടൊപ്പമില്ല. How can I have peace? എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാനാകും? I am asking God why. ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? But in a few weeks, എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ this Colonel Booth's wife ഈ died. കേണലിന്റെ ഭാര്യ മരിച്ചു. The man who preached, his wife died. സമാധാനത്തെക്കുറിച്ച് പ്രസംഗിച്ച വ്യക്തിയുടെ ഭാര്യ മരിച്ചു. In the same church, her coffin അതേ was laid. ദൈവാലയത്തിൽ അവളുടെ ശവപ്പെട്ടി കൊണ്ടുവന്ന് വെച്ചു.
And Colonel Booth, the man who preached, stood അന്ന് up സമാധാനത്തെക്കുറിച്ച് സംസാരിച്ച കേണൽ ബൂത്ത് എഴുന്നേറ്റ് നിന്നു. and said, അദ്ദേഹം പറഞ്ഞു, somebody asked me a question. അന്ന് ആരോ ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. My wife died. എന്റെ ഭാര്യ മരിച്ചു. I don't have peace. എനിക്ക് സമാധാനമില്ല. But let me tell that brother, എന്നാൽ ആ സഹോദരനോട് ഞാൻ പറയട്ടെ, my wife died. എന്റെ ഭാര്യ മരിച്ചു, But Jesus lives in me. എന്നാൽ യേശു എന്നിൽ ജീവിക്കുന്നു. And because Jesus lives in me, യേശു എന്നിൽ ജീവിക്കുന്നതുകൊണ്ട് even now in the midst of the sorrow, there is a song of peace in my heart. ഈ ദുഃഖത്തിന്റെ നടുവിലും എന്റെ ഹൃദയത്തിൽ ഒരു സമാധാനത്തിന്റെ ഗീതമുണ്ട്. Through all this ഈ tribulation, കഷ്ടങ്ങൾക്കെല്ലാം മധ്യത്തിലും I can still be more than a conqueror through Jesus who is with me. എന്നെ ശക്തനാക്കുന്ന എന്നോടൊപ്പമുള്ള ക്രിസ്തു മുഖാന്തരം ഞാൻ പൂർണ്ണജയം പ്രാപിച്ചവനാണ്. Today through Salvation Army, millions of people's broken ഇന്ന് hearts are രക്ഷാസൈന്യം healed. മുഖാന്തരം ദശലക്ഷക്കണക്കിന് മനം തകർന്നവർ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. You may be a father, നിങ്ങൾ ഒരു you പിതാവായിരിക്കാം, may be a mother. നിങ്ങൾ ഒരു അമ്മയായിരിക്കാം. The peace that you carry in your heart alone can save your എന്നാൽ family. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വഹിക്കുന്ന സമാധാനത്തിന് മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ സാധിക്കൂ. Otherwise, without that peace that Jesus gives, you'll be bringing fighting and quarrel in the family because of the problems you face. യേശു നൽകുന്ന സമാധാനം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബത്തിൽ പോരാട്ടങ്ങളും കലഹങ്ങളും ഉണ്ടാകും. But today Jesus is going to give you peace ഇന്ന് യേശു നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ പോകുന്നു. through the Holy Spirit. പരിശുദ്ധാത്മാവ് മുഖാന്തരം Peace and joy in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. Today Jesus says, I'm making a covenant with ഇന്ന് you. യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. We have hope in Jesus. നമുക്ക് യേശുവിൽ പ്രത്യാശയുണ്ട്. We have hope in Jesus. നമുക്ക് യേശുവിൽ പ്രത്യാശയുണ്ട്. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Finally, അവസാനമായി God has made a covenant of miracles with you. ദൈവം നിങ്ങളുമായി ഒരു അത്ഭുതത്തിന്റെ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. That's why he says, I'll not leave you as orphans. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ലെന്ന് യേശു I'll പറഞ്ഞത്. come and do miracles for you. ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. Exodus 34:10. പുറപ്പാട് 34:10. God says, I ദൈവം will do പറയുന്നു, miracles for you in the midst of your people. നിന്റെ സർവ്വജനത്തിന് മുൻപാകെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. God is a miracle worker. ദൈവം അത്ഭുത മന്ത്രിയാണ്. Acts chapter 10 and verse 38. പ്രവൃത്തികൾ 10:38. How God anointed Jesus of Nazareth with Holy Ghost and power. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം Then he ചെയ്തു. went about doing good and delivering those who were oppressed of the devil. പിന്നീട് യേശു നന്മ ചെയ്തുകൊണ്ടും പിശാച് ബാധിച്ചവരെ ഒക്കെയും വിടുവിച്ചുകൊണ്ടും ചുറ്റി സഞ്ചരിച്ചു. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let me say this testimony and then we're going to pray for miracles. ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പങ്കുവച്ചതിന് ശേഷം അത്ഭുതങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. Sister Lily Terangpi from Assam. ആസാമിൽ നിന്നുള്ള സഹോദരി ലില്ലി She got married in 2005. 2005 അവരുടെ വിവാഹം They had നടന്നു. a happy family life. അവരുടെ കുടുംബജീവിതം She സന്തുഷ്ടമായിരുന്നു. was working in the government as a lecturer. അവർ സർക്കാർ സർവീസിൽ ലെക്ചററായി ജോലി She ചെയ്യുകയായിരുന്നു. was about to complete her PhD. അവർ തന്റെ PhD പൂർത്തീകരിക്കാനിരിക്കുകയായിരുന്നു. That time thyroid cancer came. ആ സമയത്ത് തൈറോയിഡ് ക്യാൻസർ അവരെ പിടികൂടി. Her whole world crumbled. അവരുടെ ലോകം ഇരുണ്ടതായി തീർന്നു. ജീവിതം തകർന്നു She പോയി. was in deep depression. അവർ നിരാശയ്ക്ക് She അടിമപ്പെട്ടു. couldn't take care of her children. അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാൻ And കഴിഞ്ഞില്ല. slowly her voice was diminishing. സാവധാനത്തിൽ അവരുടെ ശബ്ദം She was കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. a lecturer. അവർ ലെക്ചറർ She ആയിരുന്നു. could not lecture. അവർക്ക് ക്ലാസ് എടുക്കുവാൻ No കഴിഞ്ഞില്ല. voice. അവർക്ക് And she ശബ്ദമില്ലായിരുന്നു. could not go to the kitchen because of the thyroid cancer. She could not face the evaporation of salt, which would affect it further. ഉപ്പിന്റെ ബാഷ്പീകരണം തൈറോയിഡ് ക്യാൻസറിനെ ബാധിക്കുന്നതുകൊണ്ട് അവർക്ക് അടുക്കളയിൽ ചെന്ന് പണിയെടുക്കുവാനും സാധിച്ചിരുന്നില്ല. She couldn't eat. അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ Fear of കഴിഞ്ഞിരുന്നില്ല. death tormented her. മരണഭീതി ദിനം തോറും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. And she was planning to resign her job. അവർ ജോലി രാജിവെക്കുവാൻ പോലും തീരുമാനിച്ചിരുന്നു. It is at that time എന്നാൽ ആ she സമയത്താണ് heard about Jesus calls. അവർ യേശു വിളിക്കുന്നു ശുശ്രൂഷയെക്കുറിച്ച് She കേട്ടത്. wrote to me a letter. അവർ എനിക്കൊരു കത്തെഴുതി. And in that letter she said, Dr. Paul Dinakaran, pray for me. ആ കത്തിൽ അവർ ഇപ്രകാരം എഴുതിയിരുന്നു, ഡോക്ടർ പോൾ ദിനകരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. My reply came.
എന്റെ മറുപടി അവർക്ക് ലഭിച്ചു. Psalm 118 സങ്കീർത്തനം 118 verse 17 17 വാക്യം says, you will not die, ആ വചനം പറയുന്നു, നിങ്ങൾ മരിക്കയില്ല, you will live, നിങ്ങൾ ജീവിക്കും, and you will recount the wonders of the Lord. മാത്രമല്ല യഹോവയുടെ പ്രവൃത്തികളെ നിങ്ങൾ വർണ്ണിക്കുകയും ചെയ്യും. And after that a surgery അതിനുശേഷം happened, അവർ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ടു. and she came to the Chennai prayer tower before the surgery, സർജറിക്ക് മുൻപായി അവർ ചെന്നൈയിലെ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് and വന്നു. God blessed the treatment. ദൈവം ആ ചികിത്സയെ അനുഗ്രഹിച്ചു. And after that she was declared cancer അതിനുശേഷം free അവർക്ക് totally. ക്യാൻസറിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിച്ചിരിക്കുന്നുവെന്ന് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു. She got back her voice, അവർക്ക് തന്റെ ശബ്ദം തിരികെ ലഭിച്ചു. completed the PhD, അവർ PhD പൂർത്തീകരിച്ചു. confirmed in the job. അവരുടെ ജോലി സ്ഥിരമായി. Today she cooks for her children and leads a wonderful family life. ഇന്നവർ തന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു, സന്തുഷ്ടമായ കുടുംബജീവിതം Her നയിക്കുന്നു. husband was transformed and became a child of God. അവരുടെ ഭർത്താവ് രൂപാന്തരപ്പെട്ടു, ഒരു ദൈവ പൈതലായി തീർന്നു. Today they love and serve the Lord as a family. ഇന്നവർ കുടുംബസമേതം ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. God of miracles. അത്ഭുതത്തിന്റെ ദൈവം. What is his name? Jesus. യേശു, Yeshu. യേശു, Yeshu. യേശു. Amen. Amen. Shall we look to him right now? നമുക്കിപ്പോൾ യേശുവിങ്കിലേക്ക് നോക്കാം. His paid our salvation through his blood. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു തന്റെ രക്തം വിലയായി നൽകി. Jesus has paid our healing through the wounds in his body. നമ്മുടെ രോഗശാന്തിക്ക് വിലയെന്ന നിലയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങി. Jesus has paid for our peace by being a man of sorrows, acquainted with grief. ദുഃഖം ശീലിച്ച ഒരു മനുഷ്യനായി തീർന്നുകൊണ്ട് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുക്രിസ്തു ഏറ്റുവാങ്ങി. അതിനുവേണ്ടി യേശു വില നൽകി. Today he is ready to make you his child. ഇന്ന് നിങ്ങളെ തന്റെ പൈതലാക്കി തീർക്കുവാൻ യേശു തയ്യാറാണ്. Today he is ready to give you peace and make you more than a conqueror. ഇന്ന് നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ, നിങ്ങളെ പൂർണ്ണജയം പ്രാപിച്ചവരാക്കി മാറ്റുവാൻ യേശു Today he തയ്യാറാണ്. is ready to come and do miracles for you and release you from your sorrow. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ യേശു തയ്യാറാണ്. Shall we all give our lives to Jesus? നമുക്ക് നമ്മുടെ ജീവിതം യേശുവിന്റെ കരങ്ങളിൽ Give our സമർപ്പിക്കാം. lives to Jesus. ജീവിതം യേശുവിന്റെ The കരങ്ങളിൽ Holy സമർപ്പിക്കാം. Spirit is coming right now. പരിശുദ്ധാത്മാവ് ഇപ്പോൾ വരുന്നു. Everyone is now going to get connected with Jesus. ഇപ്പോൾ എല്ലാവരും യേശുവിനോട് ബന്ധം സ്ഥാപിക്കുവാൻ പോകുന്നു. So whatever you are connected with right now, say, Lord, I'm going to throw it ഇപ്പോൾ away. ദൈവത്തോട് പറയുവിൻ, ദൈവമേ, ദൈവവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഞാൻ വലിച്ചെറിയുവാൻ പോകുന്നു. I want only എനിക്ക് Jesus. യേശുവിനെ മാത്രം മതി. He has shed his blood for me on the cross. I will become his child. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തിയിരിക്കുന്നു. ഞാൻ യേശുവിന്റെ പൈതലായി തീരും. Throw away your നിങ്ങൾ cigarettes. സിഗരറ്റുകൾ വലിച്ചെറിയുവിൻ. Throw away your alcohol bottles. മദ്യക്കുപ്പികൾ വലിച്ചെറിയുവിൻ. Tell him, I am not going to waste my time in all the games and pornographic materials in the online. ദൈവമേ, ഓൺലൈനിൽ ഗെയിമുകൾ ആസ്വദിച്ചുകൊണ്ട് അശ്ലീല ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ എന്റെ സമയം പാഴാക്കുകയില്ലെന്ന് നിങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയുവിൻ. Lord, I give my life to you. കർത്താവേ, എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് Would you നൽകുന്നു. open your mouth, നിങ്ങൾ വായ് തുറക്കുമോ? open your heart ഹൃദയം തുറക്കുവിൻ, and cry? നിലവിളിക്കുവിൻ. This is the moment for your future's ഇത് blessing. നിങ്ങളുടെ ഭാവി അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ്. This is the most important moment for your future. ഇത് ഭാവിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സമയമാണ്. God is coming into you and your family now. ദൈവം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും വരുന്നു. My dear parents, you are responsible for your എന്റെ children. മാതാപിതാക്കളെ, മക്കളുടെ ഭാവി ജീവിതത്തിന് നിങ്ങൾ ഉത്തരവാദികളാണ്. This is the moment for you to have blessings come upon your children by you giving your life to നിങ്ങൾ Jesus. ജീവിതം യേശുവിന് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. അതിനുള്ള സമയമാണിത്. Turn to Jesus now. നിങ്ങൾ ഇപ്പോൾ യേശുവിങ്കിലേക്ക് തിരിയുവിൻ. 100% give your life to him. ജീവിതം 100% യേശുവിന് നൽകുവിൻ. Clean up your home. ഭവനം വിശുദ്ധീകരിക്കുവിൻ. Clean up your heart. ഹൃദയം വിശുദ്ധീകരിക്കുവിൻ.
Tell him, Lord, I need you and you alone. ദൈവത്തോട് പറയുവിൻ, ദൈവമേ എനിക്ക് അങ്ങയെ മാത്രം മതി. Shall we all cry to him right നമുക്ക് now? എല്ലാവർക്കും ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കാം. If we have let down Jesus in any way, ask him to forgive നമ്മൾ us. ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ ലജ്ജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മോട് ക്ഷമിക്കുവാൻ നമുക്ക് യേശുവിനോട് യാചിക്കാം. Do you have a right relationship with your family members? നിങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളുമായി നേരായൊരു ബന്ധം പുലർത്തുന്നുണ്ടോ? If not, അങ്ങനെ repent. ഇല്ലെങ്കിൽ അനുതപിക്കാം. If you have anger concerning anybody, ask Jesus to cleanse you and forgive you. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിശുദ്ധീകരിക്കുവാനും നിങ്ങളോട് ക്ഷമിക്കുവാനും നിങ്ങൾ യേശുവിനോട് യാചിക്കുവിൻ. If you have taken money unjustly, ask Jesus to forgive you. നിങ്ങൾ അന്യായമായി പണം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് യാചിക്കുവിൻ. Get right with Jesus. നിങ്ങൾ യേശുവിനോട് നിരപ്പാകുവിൻ. Get right with നിങ്ങൾ Jesus. യേശുവിനോട് നിരപ്പാകുവിൻ. Get right with everyone in your family and in the world. നിങ്ങൾ കുടുംബത്തിലെ എല്ലാവരോടും ലോകത്തിലെ എല്ലാവരോടും നിരപ്പ് പ്രാപിക്കുവിൻ. God says, I want to make a covenant with you. I will never leave you as an orphan. I'll be with you, my child. ദൈവം പറയുന്നു, നിങ്ങളോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളെ എന്റെ പൈതലാക്കി തീർക്കും. Let's turn our lives totally to നമുക്ക് Jesus. നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി യേശുവിങ്കിലേക്ക് തിരിക്കാം. Now, ഇപ്പോൾ you may have sorrows and pain. നിങ്ങൾക്ക് ദുഃഖങ്ങളും വേദനകളും ഉണ്ടായിരിക്കാം. Tell him, Lord, give me the grace to fulfill your will in the world. ദൈവത്തോട് പറയുവിൻ, ദൈവമേ ഈ ലോകത്തിൽ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. I will not ask questions, ഞാൻ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. but I am saying, let thy will be done, ഞാൻ Lord. പറയുന്നു, അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ എന്ന്. Let thy will be done, അങ്ങയുടെ Lord. ഹിതം നിറവേറട്ടെ. I will do your will, ഞാൻ Lord. അങ്ങയുടെ ഹിതാനുസരണം പ്രവർത്തിക്കും. You will turn it into good. അങ്ങത് നന്മയ്ക്കാക്കി തീർക്കണമേ. Give me the grace to fulfill your will, even though it be a cross. ഒരു കുരിശാണെങ്കിൽ പോലും അങ്ങയുടെ ഹിതം നിറവേറ്റുവാനുള്ള കൃപ അങ്ങെനിക്ക് നൽകണമേ. I want peace with God. എനിക്ക് ദൈവത്തോട് സമാധാനം ആചരിക്കണം. My God should say, my child is doing my will. എന്റെ പൈതൽ എന്റെ ഹിതം ചെയ്യുന്നു എന്ന് എന്റെ ദൈവം പറയണം. Give me that peace to do your will, അങ്ങയുടെ Lord. ഹിതം നിറവേറ്റുവാൻ ആ സമാധാനം എനിക്ക് നൽകണമേ. Help me not to be afraid of tribulation. കഷ്ടങ്ങളെ കണ്ട് ഭയപ്പെടാതിരിക്കുവാൻ അങ്ങെന്നെ സഹായിക്കണമേ. Help me to fear God and do his will in the midst of the greatest tribulation. വലിയ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തിന്റെ ഹിതാനുസരണം പ്രവർത്തിക്കുവാനും എന്നെ സഹായിക്കണമേ. The grace is coming. അതിനുള്ള കൃപ ഇറങ്ങി വരുന്നു. In your weakness, God's strength is going to be നിങ്ങളുടെ perfect. ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുവാൻ പോകുന്നു. You will rise up. നിങ്ങൾ എഴുന്നേൽക്കും. The wicked people may fight against you today, but you will be more than a conqueror over ഇന്ന് them. ദുഷ്ടരായ മനുഷ്യർ നിങ്ങൾക്കെതിരെ പോരാടുകയായിരിക്കാം, എന്നാൽ നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരായി മാറും. Bless them. അവരെ അനുഗ്രഹിക്കണമേ. Increase them. അവരെ വർദ്ധിപ്പിക്കണമേ. And build their home. അവരുടെ ഭവനത്തെ Build കെട്ടിപ്പണിയണമേ. their hearts from generation to generation as your home. തലമുറ തലമുറയായി അവരുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ആലയങ്ങളാക്കി പടുത്തുയർത്തണമേ. Thank you, Jesus.